ഹായ്, ഗുഡ് ഈവനിങ്. ഞാനിന്ന് എത്തി നിൽക്കുന്നത് തോന്നയ്ക്കലിലാണ്. തോന്നയ്ക്കൽ മേലത്തിൽ ഭഗവതി ക്ഷേത്ര മുറ്റത്താണ്. ഇന്നിവിടെ ഉത്സവം നടക്കുകയാണ്. ഞാനതിൽ പങ്കുകൊള്ളാനാണ് എത്തിയത്. ഇത് വരുന്നത് ചെമ്പകമംഗലത്തുനിന്ന് തോന്നയ്ക്കൽ റൂട്ടിൽ മങ്കാട്ടുമൂല ഭാഗത്താണ്. തോന്നയ്ക്കൽ മങ്കാട്ടുമൂല ഭാഗത്ത് സായിഗ്രാമിലേക്ക് പോകുന്നതിന് വഴിയിൽ അതിന് മുൻപായിട്ടാണ് ഈ മേലത്തിൽ ഭഗവതി ക്ഷേത്രം ഉള്ളത്. വളരെ പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രം ആണിത്. തോന്നയ്ക്കൽ വളരെ സാധുജനങ്ങൾക്കും ഭക്തർക്കും ഒക്കെ വളരെ പ്രയോജനപ്പെട്ടതും വളരെ സിദ്ധി വിശേഷങ്ങൾ ഉള്ളതും വളരെ ആൾക്കാർക്ക് അസുഖങ്ങളാലും പ്രശ്നങ്ങളാലും വലഞ്ഞവർക്ക് ഇവിടെ വന്ന് അവരുടെ വിഷമതകൾ നീങ്ങി ഇവിടെ ഇപ്പോൾ മേൽസ്ഥാനം വഹിക്കുന്ന ശ്രീ സ്വാമി സോമൻ, അദ്ദേഹം പ്രകൃതിയാൽ സ്വാമിയല്ല, പക്ഷെ അദ്ദേഹം ചില നിമിത്തങ്ങളും ചില വിശ്വാസങ്ങളും മാറിത്തിരിഞ്ഞ് വന്ന് പല ജോലികളിൽ ഏർപ്പെട്ടിരുന്ന അദ്ദേഹം സ്വാമിയായി തീരുകയും സിദ്ധി വരികയും അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് ഇന്നീ നിലയിലുള്ള ഒരു ക്ഷേത്രമായി പരിണമിക്കുകയും വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം യോഗി സിദ്ധിയുള്ള ഒരു കുടുംബത്തിൽ അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല ഇതിൻ്റെ എത്രയധികം അദ്ദേഹത്തിന് ഇതിൻ്റെ ആ ഒരു സിദ്ധിയുടെ കാര്യത്തിൽ അവരുടെ കുടുംബപരമായിട്ടുള്ള പുരാതനത്വം അവകാശപ്പെടാമെന്ന്. അത്രയ്ക്ക് പുരാതനത്വം അവകാശപ്പെടാവുന്ന ഒരു ക്ഷേത്രമാണ് മേലത്തിൽ ഭഗവതി ക്ഷേത്രം, തോന്നയ്ക്കൽ മങ്കാട്ടുമൂല. അതിൻ്റെ ഉത്സവ കാഴ്ചകളും ദൃശ്യങ്ങളുമാണ് ഞാനിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ദയവായി കണ്ട് അവിടെ വിസിറ്റ് ചെയ്ത് സായിഗ്രാമിലേക്കുള്ള വരുന്ന വഴി മേലതിൽ ഭഗവതി ക്ഷേത്രം കൂടെ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഫലസിദ്ധി ഉറപ്പാണ്. അദ്ദേഹത്തിന് ഇന്നും അതിൻ്റെ ഐശ്വര്യം പറഞ്ഞറിയിക്കുക. അദ്ദേഹം വെറും സാധുവായ ഒരു സന്യാസിയായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു ധനസമാഹരണമോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനോ ഉള്ള വ്യഗ്രത കാരണം തുറന്നു വെക്കുന്നതോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു അമ്പലമല്ല. ആ സിദ്ധി സ്വാമിയെ നിങ്ങൾ കാണണം. ആ സ്വാമിയുടെ ഒരു മനസ്സറിയണം. അദ്ദേഹത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളൂടെ നിങ്ങൾ വാങ്ങിക്കണം. അദ്ദേഹത്തിൻ്റെ ആ സന്ദർശനം നിങ്ങൾക്ക് ഫലസിദ്ധി, മാനസിക സൗഖ്യം, മറ്റു നേട്ടങ്ങൾ, സമാധാനം, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അത് കൊണ്ടുതരും എന്നുള്ളത് ഉറപ്പാണ്. ആഴിയാട്ടം, അഗ്നിക്കാവടി, ഇങ്ങനെയുള്ള പല പല പ്രത്യേകതകളും ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. ഈ വീഡിയോ കണ്ട് എല്ലാവരും മേലത്തിൽ ഭഗവതി ക്ഷേത്രം സന്ദർശിക്കുക. ഒരുപാട് ഫലസിദ്ധി ഉറപ്പാണ്. ആ രീതിയിലുള്ള ഒരു പ്രാചീനത്വമുള്ള പാരമ്പര്യമുള്ള ആൾക്കാരാണ്. തീർച്ചയായും സന്ദർശിക്കുക, ബോധ്യപ്പെടുക.
ഭഗവതി, സുബ്രഹ്മണ്യൻ, മൂകാംബിക ദേവി തൽസ്വരൂപം, യക്ഷൻ, മറ്റു മന്ത്രമൂർത്തികൾ, ഇങ്ങനെ പലതരം ദേവീ ദേവന്മാർ കുടികൊള്ളിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രം. സന്ധ്യയ്ക്ക് ഏകദേശം 7:45 പതാക ഉയർത്തലോടെയാണ് ക്ഷേത്രാഘോഷങ്ങൾക്ക്, ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച്. രാത്രിയായതിനാൽ ദൃശ്യങ്ങൾ അത്ര പൊലിമ കിട്ടിയില്ല, അത്ര കൃത്യമല്ല. എന്നാലും ഇതിപ്പോൾ പതാക ഉയർത്തി വച്ചിരിക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇദ്ദേഹമാണ് സോമൻ സ്വാമി. സ്വാമി നമസ്കാരം. രക്ഷാധികാരി, ഈ ക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശി. നൂറ്റാണ്ടുകൾക്കപ്പുറം പഴക്കം എന്ന ഒരു ദേവ പാരമ്പര്യമാണ് ഈ ദേവചരിത്രത്തിലുള്ളത്. അപ്പോൾ ഇവിടെ ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ത്രികാല ഭഗവതിയായ മൂകാംബികയാണ് ഇവിടുത്തെ പ്രധാന ദേവി. അതോടൊപ്പം മഹാവിഷ്ണുവിന് ഉച്ചയോടുകൂടി തന്നെ പ്രത്യേക ക്ഷേത്രം അദ്ദേഹത്തിനുണ്ട്. അതിന് പുറമെ ഉപദേവതമാരായ 5 മൂർത്തികൾ, 5 മൂർത്തികളും മാടനും മാടത്തി, ശിവനും പാർവതി. അപ്പോൾ ആ ശിവനും പാർവതി എന്ന് പറഞ്ഞാൽ നിസ്സാരമായ അവസ്ഥയല്ല. അതിൻ്റെ തൊട്ട് നേരത്തെ ഒരു ആൽമരം നിൽപ്പുണ്ട്. അതിൽ വിശ്വാസികൾ കെട്ടിയ മണി തന്നെ. മറ്റു മൂർത്തികളെ കുറിച്ചാണ് സോമൻ സ്വാമി ഇവിടെ പരാമർശിക്കുന്നത്. ആരും ജീവൻ പിടിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഏതെങ്കിലും ദുരിത ദോഷങ്ങളും ബാധബോധങ്ങളുമായി വരുന്ന ഭക്തജനങ്ങൾ ആനന്ദ യുവത്തിൽ ചെല്ലുമ്പോൾ അവര് സകല ബുദ്ധിമുട്ടുകളും അവിടെ പ്രകടമാവുകയും അവിടെ കൊണ്ടാകുന്ന ശാശ്വത പരിഹാരം ഉണ്ടാകുകയും ചെയ്യുന്നതിന് പറ്റാത്തത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിന് പുറമെ രക്ഷത്ത്, ബ്രഹ്മരക്ഷത്തെന്ന് പറയുമ്പോൾ വലിയ പ്രാധാന്യം ആണ് ഇവിടുത്തെ വ്യാഴാഴ്ച നാളില് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക സാൽഭായിക പരിപാടികൾ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ പാരമ്പര്യം പറയുകയാണെങ്കിൽ നേരത്തെ കേരളത്തിന്റെ വെളിയിൽ നിന്നാണ് സ്വാമി വന്നതെന്ന് പറയുമായിരുന്നു. അതൊന്ന് പറഞ്ഞാൽ വേണ്ടൂല. അതുകൂടെ ക്ഷേത്രത്തിന് ഒരുപാട് ചരിത്രം ഉണ്ട് എന്ന് കേട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉത്സവ സമയമാണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേരളത്തിൽ പ്രദർശിച്ചുവെങ്കിൽ പോലും ഞങ്ങളുടെ ഉൽപ്പത്തിയെ പറ്റി പറയുമ്പോൾ തെങ്കാശിയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആഗമനമാണ്. ഈ പരമ്പര കേരളത്തിലെത്താൻ കൊട്ടാരത്തിൽ ചില വൈദ്യ ശുശ്രൂഷാ ഭാഗങ്ങൾക്ക് വൈദ്യന്മാരായി വന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളെ ദേവസമൂഹത്തെയും കൂടി ആരാധന ദേവന്മാരെയുമായിട്ടാണ് കേരളത്തിലേക്ക് വന്നത്. അങ്ങനെ കേരളത്തിൽ വന്നതിന് ശേഷം തന്നെ ഇത് 5ാമത്തെ ഘട്ടമാണ്. ഇവിടെ നേരത്തിൽ ഭഗവതി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു എങ്കിൽ പോലും ഇത് 5ാമത്തെ സ്ഥലത്താണ്. മറ്റു സ്ഥലങ്ങളിൽ സങ്കല്പമായിരുന്നു. അത് ഇങ്ങനെ ഇവര് ഓരോ സ്ഥലത്ത് കുടികൊള്ളുമ്പോഴും ഒരു വൃക്ഷച്ചുവട്ടിലോ മറ്റേതെങ്കിലും ഒരു സംവിധാനത്തിലോ രൂപം കൊടുക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോ ഞാനിതിന്റെ അധികാര സ്ഥാനത്ത് വന്നിട്ട് ഈ സോമൻ സ്വാമി എന്ന് പറയുന്ന ഞാൻ ഇതിന്റെ അധികാര സ്ഥാനത്ത് വന്നിട്ട് ഏതാണ്ട് ഒരു 30 വർഷത്തിനകം ആയിട്ടുള്ളൂ.
അപ്പോ 30 വർഷത്തിനകം ഞാൻ ഇതിന്റെ ഭാഗത്തേക്ക് വന്നു. എനിക്കൊരു 17 വയസ്സ് കാലഘട്ടമായപ്പോൾ ഈ മന്ത്രമൂർത്തി ഭാവം എന്ന് പറയുന്ന അനുഗ്രഹം എന്റെ ശരീരത്തിൽ ഉണ്ടായി. അന്ന് മുതൽ ഇന്നുവരെയും ആ അനുഗ്രഹം അതോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രദർശിച്ച എല്ലാ ശക്തികളുടെ അനുഗ്രഹം ഞാൻ മനസ്സാ സങ്കല്പിക്കുമ്പോൾ എനിക്കുണ്ടാവുന്നുണ്ട്. അതിന് പുറമെ ഇവിടെ അനുഗ്രഹ ഭാഗങ്ങള് ശുദ്ധവിശേഷങ്ങൾ പലതും നടക്കുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിൽ നിന്നും പലവിധ രോഗികൾ ഇവിടെ വരുന്നുണ്ട്. പലവിധ ആപത്തുകളുമായിട്ട് പലര് വെക്കാറുണ്ട്. ബാധകള് അങ്ങനെ ശുദ്ധം എന്നൊക്കെ പറഞ്ഞു. സ്വാമി എണ്ണ കൊടുക്കുന്നുണ്ടെന്ന് ഒരു അറിവുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്ക് ശാന്തിയായിട്ട്. കാര്യം സ്വാമി തന്നെ കുളിച്ചിട്ട് എണ്ണയിൽ കുളിച്ചിട്ട് തിളയ്ക്കുന്ന എണ്ണയാണ് പുറത്തൊഴിക്കുന്നത്. ഔഷധമായി